വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ നമ്മൾ സാധാരണ ഒരു 10 മണിക്ക് ശേഷമാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. നല്ലൊരു ദിവസം എന്ന് പറഞ്ഞാൽ പണി ഒഴിഞ്ഞിട്ടുള്ള നേരം ഉണ്ടായിരുന്നില്ല, അത്രയും പറയാമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, നിങ്ങൾ വിചാരിക്കണ്ടേ എന്നും ആൻറ്റി ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ എന്ന്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരമാണ്. പക്ഷെ അതിന് മുന്നോടിയായിട്ട് കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ ഇത്രയും സാധനങ്ങൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഒരുക്കം വേണ്ടി വന്നത്. സാധാരണ ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലി, അത് 2-3 പേരൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അവരോട് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. അത് നമുക്ക് പിന്നെ പറയാം. അങ്ങനെ രാവിലത്തെ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് തുടങ്ങി. അപ്പോൾ ഡാഡി ഓൾറെഡി കട്ടൻ കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഡാഡി പാലൊക്കെ വാങ്ങി വന്നു കഴിഞ്ഞപ്പോൾ മറ്റേ വട്ടയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വട്ടയപ്പം കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് രാവിലെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലത്തെ ദോശമാവിൽ ബാക്കിയുണ്ട്. അപ്പോൾ ദോശയോ ഇഡലിയോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഡാഡി വന്നപ്പോൾ വട്ടയപ്പം കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ദോശമാവ് അവിടെ ഇരുന്നോട്ടെ, കാരണം വളരെ കുറച്ചുള്ളൂ. പക്ഷേ എനിക്ക് ഇന്ന് അടിച്ചിട്ട് വേണം നാളെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട്. കാരണം ഒരു തുണ്ട് ബാക്കിയുള്ളൂ, അപ്പോൾ അതൊന്നിലും തികയില്ല. അപ്പോൾ ഞാൻ വേഗം എന്നാൽ പിന്നെ ആ പണി ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വേഗം കൊണ്ടുവന്ന പാലെടുത്തിട്ട് വേഗം കസ്റ്റേർഡ് ഉണ്ടാക്കാൻ നോക്കിയിട്ടോ. കാരണം ഇന്നലെ ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. ഡിമ്പിളും ഡാഡിയും ഞങ്ങൾ എടുത്തപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് കുട്ടികൾ വരണതല്ല, അപ്പോൾ ഇന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ, ഡോണും ഡിവൈനും കുട്ടികളും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അവർക്കും കൂടി കണക്കാക്കി വേഗം ഉണ്ടാക്കാമെന്ന് ചോദിച്ചു രാവിലെ തന്നെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതുണ്ടാക്കി. അപ്പോൾ കസ്റ്റേർഡ് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ എൻ്റെ ഓൺ റെസിപ്പി, അതായത് കസ്റ്റേർഡ് പൗഡറിൻ്റെ റെസിപ്പി ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് യൂട്യൂബിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നോക്കിയാൽ മതിയിട്ടാണ്. കാരണം ഇന്നലത്തെ പാക്കറ്റിൽ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മളുടെ ഓൺ കസ്റ്റേർഡ് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത പണിയാണ് കേട്ടോ കസ്റ്റേർഡ് പൗഡർ ഉണ്ടാക്കാനായിട്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. പാലിൽ പഞ്ചസാര ഇട്ടിട്ട് അത് തിളക്കിനോട് കൂടിയിട്ട് ഈ കസ്റ്റേർഡ് പൗഡർ കലക്കിയത് അതിലേക്ക് ഒഴിക്കുക. അത് കഴിഞ്ഞ് നല്ലോണം കുറുകുന്ന പരുവാകുമ്പോൾ അതെടുത്ത് പാത്രത്തിലാക്കുക. മറ്റേ നട്ട്സും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മുകളിലിട്ട് നേരെ ഫ്രിഡ്ജിൽ വെക്കുക. ഇനിയിപ്പോൾ ഫ്രൂട്ട് സലാഡ് പോലെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ കുറച്ച് കസ്റ്റേർഡ് ഒഴിച്ച് കഴിച്ചാൽ അതും നല്ലതാണ്. അപ്പോൾ ഈ ചൂടുള്ള സമയത്തേക്ക് ഏറ്റവും നല്ലതാണ് ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ 1-2 കുട്ടികൾക്ക് അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. അവരെന്നോട് പറഞ്ഞു ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങി തിന്നണത് കേടല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് നമ്മളുണ്ടാക്കുന്ന കസ്റ്റേർഡ് പൗഡറിൽ നമ്മളുണ്ടാക്കുന്ന കസ്റ്റേർഡ് പുഡിങ്ങാണ് കേട്ടോ. അതുപോലെ തന്നെ കുൾഫി ആയാലും നമ്മളുണ്ടാക്കുന്ന സാധനമാണ്. അതുപോലെ അന്നാൾ ഗ്രിൽഡ് ചിക്കൻ വെച്ചപ്പോഴും അങ്ങനെ അറിയാണ്ടാണ്, അതായത് അവർ മുഴുവൻ കാണുന്നുണ്ടാവില്ല, ചിലപ്പോൾ പിക്ചർ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ പറയണതാണ് കേട്ടോ. ഇവിടെ ഒരുവിധം സാധനങ്ങളൊക്കെ ഞാനായിട്ട് പൊടിച്ച് എടുത്തുണ്ടാക്കുന്ന സാധനങ്ങളാണ്. പിന്നെ പുറത്തുനിന്ന് കഴിക്കും, ഇല്ല എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ ഞാനത് അങ്ങനെ ചെയ്യണ നേരം കൊണ്ട് അപ്പാപ്പനും മോനും കുറച്ച് നേരം മുറ്റത്ത് ഇരുന്ന് കളിച്ചു. ജീപ്പ് ഓടിച്ച് കളിക്കുകയായിരുന്നു. അപ്പോൾ അപ്പാപ്പ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു കേട്ടോ, വട്ടയപ്പം. അപ്പോൾ ഞാനും ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തു. പിന്നെ ഒരെണ്ണം ബാക്കി വന്നു. പൊന്നുവിനത് വേണ്ടാന്ന് പറഞ്ഞു. പൊന്നു വേഗം നൂഡിൽസാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു എന്ന് വെച്ചാൽ ഉച്ചയിലത്തേക്കും വൈകുന്നേരത്തേക്കുള്ള സംഭവങ്ങൾ നോക്കാൻ വെച്ചിട്ട് നമ്മുടെ ചെപ്പുകളൊക്കെ ഒന്ന് പരിശോധിച്ചപ്പോൾ കുറച്ച് ചെറുപയർ ഇരിക്കുന്നുണ്ട്. പിന്നെ കടല 2 പാത്രത്തിലായിട്ട് ഇരിക്കുന്നുണ്ട്, 2 വട്ടം വാങ്ങിയത്. അപ്പം ഞാൻ വേഗം കുറച്ച് ചെറുപയർ എടുത്ത് വെള്ളത്തിലിട്ടു. ഉച്ചയിലത്തേക്ക് ചെറുപയർ ചാറും പിന്നെ ചിക്കനും പോർക്കൊക്കെ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചാലത്ത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുക്കാം. പിന്നെ മീൻ ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. കട്ട്ലേറ്റിലേക്കുള്ള കീമ അടിച്ച് വെച്ചത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടു. ചെറുപയർ ഉച്ചയിലത്തേക്ക് വെള്ളത്തിലിട്ടു. അപ്പോൾ രാത്രി ഇന്ന് കഞ്ഞി മതി എന്ന് പറഞ്ഞു പൊന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ ശരി കഞ്ഞിയിലേക്കുള്ള കടലുപ്പേരി. അപ്പോൾ നമ്മുടെ പണ്ടത്തെ കടലുപ്പേരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ അപ്പുറത്തൊക്കെ കൂട്ടാൻ കാച്ചണ മണം കേട്ട് കഴിഞ്ഞാൽ നമുക്കപ്പം കുറച്ച് ചോറ് വായിലിടാൻ തോന്നും കേട്ടോ. അത്രയും ഇഷ്ടമാണ് എനിക്ക് ഉപ്പേരി കാച്ചണ മണം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഉഴുന്ന് ഇത്തിരി കംപ്ലൈൻറ്റുള്ള ഉഴുന്നെന്ന്, അതങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉഴുന്നും അരിയും വെള്ളത്തിലിട്ടു. ഇത്തിരി ഉലുവയും കൂടി ചേർത്ത്
വെള്ളത്തിലിട്ടു. ദോശയ്ക്ക് ദോശമാവോ ഇഡ്ഡലിയോ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കാടമുട്ട ഉണ്ടായിരുന്നത് അവിടെ ഇട്ടു, കടല കുതിര ഇട്ടു, ചിക്കനും പിന്നെ പോർക്കും ഒക്കെ ഇട്ടിട്ട് അപ്പോൾ പൊന്നു പറഞ്ഞു ഞാൻ ചെയ്തോളാം കിച്ചണിലെ പണി, മമ്മി വേണമെങ്കിൽ പോയി ഒതുക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒതുക്കാൻ പറഞ്ഞതിന് മുമ്പ് എന്തായാലും ഒന്ന് വിളിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ സീട്രീ ആണ് കേട്ടോ മറ്റേ ചെതലിൻ്റെ ആൾക്കാർ, അവരെ വിളിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ആൻറ്റി മറ്റേ കബേർഡൊക്കെ ഒന്ന് ഒഴിച്ചിട്ടാൽ നല്ലത്. അതായത് അവർക്ക് നമ്മളുടെ ബാത്റൂമിൻ്റെ ചുമരും കബേർഡും ഒന്നിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാത്റൂം എപ്പോഴും നനഞ്ഞിരിക്കുമ്പോഴാണ് ഈ ചെതൽ കയറുന്നത്. പക്ഷേ നമുക്ക് ബാത്റൂം ഉപയോഗിക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഭാഗവും അലമാരിയുടെ ഉള്ളിലാണ് ഫുൾ ചെതൽ വരുന്നത്. ബാക്കി എവിടെയും ഒരു പരിധി വരെ നോക്കാമെങ്കിലും ഇവിടെ എനിക്ക് ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ചെല്ലുമ്പോഴേക്കും ചെതലാണ്. അപ്പോൾ അവർ പറഞ്ഞു ആൻറ്റി ഒരു കാര്യം ചെയ്താൽ മതി, സാധനങ്ങൾ ഒന്ന് അവിടെ വരണ സമയത്തൊന്ന് എടുത്ത് മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാനിപ്പോൾ ഒതുക്കിയിട്ട് 5 പൈസയ്ക്ക് കാര്യമില്ല. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അപ്പോൾ പൊന്നു പറഞ്ഞു മമ്മി ഒരു കാര്യം ചെയ്യും, കർട്ടനുകളൊക്കെ എടുത്ത് വാഷ് ചെയ്ത് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്ന് ക്ലീനിങ് കഴിഞ്ഞ് പോണോട് കൂടി നമുക്കത് ഇടാം. കഴിഞ്ഞ പ്രാവശ്യം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർ വന്നിട്ടാണ് കർട്ടനൊക്കെ ഊരിയത്. അപ്പോൾ ആ പണിയും കർട്ടൻ വാഷ് ചെയ്യണ പണി ഇടണ പണിയും എല്ലാം കൂടിയിട്ട് ശരിക്കും ഒരു മാസം വേണ്ടി വന്നു വീടാക്കി എടുക്കാനായിട്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനിയും ഇത് ഒരു പണിയായിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്കറിയാം, കുറേ പേര് എന്നോട് പറയും ആൻറ്റി റെസ്റ്റ് എടുക്കുക, ഇങ്ങനെ മരിച്ച് പണിയല്ലേ എന്ന് പറയും. പക്ഷേ നമ്മൾ ഒരു വീടിൻ്റെ നാഥയാവുമ്പോൾ നമ്മൾ ചെയ്യണം. നമ്മളുള്ള സമയത്ത് നമ്മളതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മളില്ലാത്തൊരു സമയത്ത് നമ്മുടെ മക്കളോ മരുമക്കളൊക്കെ അത് ഏറ്റെടുത്ത് അത് ഭംഗി പോലെ നടത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കുറേ ഇഷ്ടവും കൂടിയാണ് കേട്ടോ. ഇഷ്ടം ഉണ്ടാകുമ്പോഴാണ് നമുക്കിത് ചെയ്യാൻ തോന്നുള്ളൂ. ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ അതൊക്കെ അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ കെടുക്കും. അപ്പോൾ ഞാൻ ചില വീടുകളിൽ ഞാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് മറ്റേ ചുമരലമാരിയൊക്കെ ഒഴിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കും ഇതിങ്ങനെ ഉപയോഗിക്കാത്ത, അതിൽ ചെതൽ വരുന്നുണ്ട്, അപ്പോൾ അതൊന്നും ഉപയോഗിച്ചാൽ ശരിയാവില്ല. പക്ഷെ നമുക്കത് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിൽ നമുക്ക് പറ്റാവുന്ന പോലെ തുണികൾ എപ്പോഴും ഉപയോഗിക്കുന്ന തുണി അതിൽ വെക്കുക, നമ്മൾ ശ്രദ്ധയുണ്ടായി അങ്ങനെ വന്നാൽ നമുക്കത് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ മെനക്കെടണം, കുറേ മെനക്കെട്ടാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തീരുള്ളൂ. അപ്പോൾ അതെ പൊന്നു ആ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നീ എന്താച്ചാൽ ചെയ്തോന്നു. അപ്പോൾ ഡാഡിയുടെ പണി എനിക്ക് ചെയ്തു തന്നത് ഞങ്ങൾ 3 ആളും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അച്ഛനെ കൊണ്ട് വലിയ ശല്യമില്ല, അവനിങ്ങനെ പാട്ടും പാടി വണ്ടികളും എടുത്ത് കളിച്ച് അങ്ങനെ അവൻ്റെ രീതിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ അപ്പാപ്പൻ തുണികൾ മറ്റേ കർട്ടൺ ഊരുമ്പോൾ അത് കൊണ്ട് തരൽ, അവൻ ഭയങ്കര മെച്ചൂർഡായിട്ടുള്ള ഒരു പെരുമാറ്റം കേട്ടോ ബാംഗ്ലൂർ പോയി വന്നതിന് ശേഷം. സ്വതവേ അവൻ അങ്ങനെയാണ്, എന്നാൽ ഇപ്പോൾ വന്നപ്പോൾ കുറച്ചും കൂടി ഒരു പക്വത വന്ന പോലെയുണ്ട്. അപ്പോൾ ഞാൻ ഡാഡി തുണികൾ കൊണ്ടു തന്നപ്പോൾ ഞാൻ ഫുള്ള് മടക്കിയിട്ടാണ് വാഷിംഗ് മെഷീനിൽ ഇട്ടത്. അത് ഓൺ ചെയ്തിട്ടു. അപ്പോൾ ഇത് ഡിംപിൾ ഈസി ചിക്കൻ വെച്ചു, ഫിഷ് മീൻ വറുത്തു, പിന്നെ നമ്മുടെ കട്ട്ലേറ്റിലേക്കുള്ള പരിപാടി ഞാനാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ചോറ് വെച്ചു, അതൊക്കെ മൂപ്പര് ചെയ്തു. കടലതേ വേവിച്ചു, രാത്രിയിലേക്കുള്ളത് സംഭവം ഞാൻ കാലത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾ അറിയാണ്ട് എടുത്തിട്ട് ഇട്ടു. പക്ഷേ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ടാണ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ വേഗം വെന്തു കേട്ടോ. പിന്നെ കുക്കറും അതെ ഇൻഡസ് വാലിയുടെ കുക്കറാണ്, നല്ല കുക്കറാട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ, പാത്രങ്ങളൊക്കെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ദേ ചോറൂറ്റി അതിൻ്റെ പരിപാടികൾ കഴിഞ്ഞ് അപ്പോൾ ഞാൻ കട്ട്ലേറ്റിലേക്ക് വന്നു, കട്ട്ലേറ്റിൻ്റെ പണിക്ക്. അപ്പോൾ കുറച്ച് കുട്ടികൾ എന്നോട് ചോദിച്ചു എന്നും കട്ട്ലേറ്റ് ഉണ്ടാക്കുക, കട്ട്ലേറ്റ് ഭയങ്കര പണിയുള്ള ഒരു കാര്യമല്ലേ എന്ന്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയണു, എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇഷ്ടമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എനിക്കൊന്ന് മീൻ വറുക്കാൻ എനിക്ക് കുറച്ചും കൂടി മടിയാന്ന് തോന്നുന്നുണ്ട്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറച്ചി വാങ്ങിക്കൊണ്ടിരുമ്പോൾ അതിൽ നിന്ന് മുഴുവൻ വേവിച്ചിട്ട് കുറച്ചെടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക, എന്നിട്ട് അത് കീമയായിട്ട് അടിച്ച് വയ്ക്കുക. കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി 2-3 പാത്രത്തിലാക്കി വയ്ക്കുക, കീമയും പറ്റിയെങ്കിൽ 2-3 ആക്കി വയ്ക്കുക. എന്നിട്ട് സബോള ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് അത് വഴറ്റിയിട്ട് ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്ത് ഉപയോഗിച്ചിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കട്ട്ലേറ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു പണിയില്ല, ടപ്പെന്ന് വെച്ചിട്ട് ചെയ്യാവുന്ന പണിയുള്ളൂ. ഇത് നമ്മുടെ ഇൻഡസിൻ്റെ പാത്രമാണ് കേട്ടോ, ഇൻഡസ് വാലിയുടെ പാത്രമാണ്. ഇതിലാണ് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ 7 എണ്ണം 6 എണ്ണം 8 എണ്ണം അങ്ങനെയൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അപ്പാപ്പ ചൂട്ടോടെ കഴിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉച്ചയിലത്തെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ സാലഡ് ഉണ്ടാക്കുന്നതും നിങ്ങളോട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എളുപ്പപ്പണിയാണ്. ഞാൻ കട്ട്ലേറ്റിലേക്ക് ആക്കി വെച്ചോട് കൂടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സാലഡിലേക്ക്. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 സ്പൂൺ തൈര് എടുക്കുക, യോഗട്ട് സെറ്റ് കേടോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന തൈര് എന്തായാലും കുഴപ്പമില്ല, അതെടുക്കുക. കുറച്ച് നന്നാക്കി വെച്ചെന്ന് എടുക്കുക, ഇത്തിരി ഉപ്പിടുക, അത്രയും വേണ്ട. അപ്പോൾ ഇത് ചോപ്പറിൽ വലിക്കുമ്പോൾ ചോപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സവോളയും പച്ചമുളകും കൂടി ഒപ്പിട്ട് കുറച്ച് വേപ്പിലയും ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇഞ്ചിക്ക് പകരം ഞാൻ ചുക്കുപൊടിയാണ് യൂസ് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ ഇഞ്ചി നമ്മൾ ഉണക്കിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇഞ്ചി ഉണക്കി വെച്ചിട്ടുള്ളത്, അത് എടുത്ത് ഇടുകയാണ് ചെയ്യുക. ഇങ്ങനെ എന്താ പറയുക ഗ്രേറ്റ് ചെയ്തതിന് ശേഷം
അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കൊത്തിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ദേ ഉണ്ടാക്കിയ കസ്റ്റേർഡ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇത്തിരി മധുരം കുറച്ചാണ് ഉണ്ടാക്കിയത്, കാരണം എനിക്കും ഡാഡിക്കും ഒന്ന് കഴിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ വല്ലാണ്ട് മധുരമുള്ളത് വേണ്ട. ഡിമ്പിളിനും മധുരം വലിയ ഇഷ്ടമില്ല. ഡിവൈൻ്റെ നല്ലോണം മധുരം വേണം കേട്ടോ. പക്ഷേ ഇതിൽ എല്ലാം ഒരുപോലെ ഇട്ടേക്കണ മധുരം. അങ്ങനെ ദേ കട്ട്ലേറ്റും മീൻ വറുത്തതും പിന്നെ എന്നിട്ട് പറയുക മറ്റേ ചെറുപയർ ഇതും കുറച്ച് ചിക്കനും ഒക്കെ കൂടിയിട്ട് ഞങ്ങൾ സാലഡും കൂടി കൂട്ടി ഭക്ഷണം കഴിഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു പോയി കിടന്ന് അങ്ങോട്ട് മാറിക്കോ, എനിക്ക് പണികളുണ്ട്. കാരണം ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചൂടെന്ന് പറഞ്ഞാൽ അങ്ങേറ്റാണ്. അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ പൊന്നു കഴുകി വെച്ചതിന് ശേഷം പോയപ്പോൾ ഡാഡി എനിക്ക് കർട്ടണുകൾ അപ്പോഴേക്കും വാഷ് ചെയ്ത് കഴിഞ്ഞ് വന്നു, എനിക്ക് പുറത്ത് കൊണ്ടുവച്ച് തന്നു. അവിടെ നിന്ന് നിങ്ങൾക്കറിയാലോ, ഇത്രയും റൂമുകളുടെയും ജനലുകളുടെയും കർട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു വൻ ശേഖരം തന്നെയാണ്. അത് ഓരോ റൂമിൻ്റെ ഓരോ കളറും അതും ഇതും ഒക്കെ ആയിട്ട് വരുമ്പോൾ, പക്ഷേ നമ്മൾ ഇന്ന് ചെയ്തത് ബുദ്ധിയായി. അല്ലാണ്ട് ഇവർ വന്ന് പോയതിന് ശേഷമാണെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടും പറ്റാണ്ടായി തന്നെ കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ ഈ കർട്ടൻ ഞാനിങ്ങനെ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഡിമ്പിളുടെ റൂമിലത്തെ നെറ്റാണ്. അതിന് 2 വശമുണ്ട് കേട്ടോ. 2 വശമാണ്. ഒരു വശം ഫുൾ പച്ച പോലെയും തിരിച്ച് വെക്കുമ്പോൾ പച്ചയമ്മ നെറ്റ് പോലെ. അത് ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല. ഇനി ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഞങ്ങളത് തിരിച്ച് മറിച്ച് വിടുക ചെയ്യുക കേട്ടോ. അങ്ങനെ ഇവരെ കെടുത്ത് കൂട്ടിലിട്ട് അടച്ചതിന് ശേഷമാണ് ഞാൻ തുണികൾ തോരയിടാൻ നിൽക്കുക. നിങ്ങൾക്കറിയാലോ, കാരണം അല്ലെങ്കിൽ അവർ ഇതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് ഓടുമ്പോൾ എനിക്കതെന്തോ ഒരു തൃപ്തിയില്ലാത്ത പോലെ നമുക്ക് ഇരട്ടി പണിയാണ്. അപ്പോൾ ഞാൻ അതെല്ലാം കഴിഞ്ഞപ്പോൾ അവരത് അഴിച്ചിട്ടു. അപ്പോൾ അങ്ങനെ കൈയോട് സോഫയുടെ വിരികൾ എടുത്തു കേട്ടോ. വാഷ് ചെയ്യാവുന്ന പോലത്തെയുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പിള്ളേർസിനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അഴിച്ചിട്ടു. അവരും ഈ പറഞ്ഞ പോലെ ചൂടെടുത്തിട്ട് കിടന്നിട്ട് ഓടിൻ്റെ ഇറക്കുക. അപ്പോൾ ഇവരുടെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്തോ അസൗകര്യമായ കാരണമാണ് നീണ്ട് പോണത്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ പുതിനയുടെ ഇല ഒരു 3-4 കെട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണക്കിയത് എടുത്ത് പൊടിച്ചതാണ് കേട്ടോ. പൊടിച്ചപ്പോൾ ആകെ കിട്ടിയത് അത്രയ്ക്കാണ്. പക്ഷേ ഒരു തുണ്ട് ഇട്ടാൽ മതി, നമുക്ക് ഭയങ്കര എന്താ പറയുക നല്ല സ്മെല്ലും കാര്യങ്ങളും മിൻറ്റിൻ്റെ യൂസ് നടക്കും. ഒരു തുണ്ട് ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിപ്പോൾ നമ്മുടെ എയർ ഫ്രൈഡ് സാധനങ്ങൾ ഇങ്ങനെ ബോക്സിലേക്ക് ആക്കി വെച്ചേക്കാം. അപ്പോൾ ബോക്സ് ഇങ്ങോട്ട് വലിച്ചിട്ട് സാധനങ്ങൾ എടുക്കാമല്ലോ വെച്ചിട്ട്, ഇത് നമ്മുടെ പണ്ടത്തെ മിക്സി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതല്ലാണ് ഞാൻ മിൻറ്റ് പൊടിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുലുക്കി അതിൽ ചായ വെച്ച് കഴിഞ്ഞാൽ ആ മിൻറ്റിൻ്റെ സത്ത് മൊത്തം അങ്ങോട്ട് പോരുമല്ലോ. ഇത് നമ്മുടെ അയിനിച്ചക്കയുടെ കുരുവിന് കേട്ടോ. അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഉണക്കിയില്ലെങ്കിലും പൊടിക്കാമെന്ന്. അപ്പോൾ ഞാനത് ഉണങ്ങിയിട്ട് അപ്പോൾ ഞാനതൊരു പാത്രത്തിലാക്കി അങ്ങോട്ട് മാറ്റി വെച്ചു. അങ്ങനെ അതാണ് ഈ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ നോക്കിയ ഇറച്ചി പാത്രങ്ങളൊക്കെ ഫ്രിഡ്ജിലേക്ക് കയറി. അപ്പോൾ ഇവിടെ മുഴുവൻ കാലിയായി. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ ഫിൽറ്ററിൽ വെള്ളം കുറവ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ അപ്പം തന്നെ ആ പണി ചെയ്യും. പിന്നേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മറക്കും. ആവശ്യത്തിന് വെള്ളം എടുക്കാൻ വന്നാൽ അത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ട കാര്യം, ഒരു സംഭവം കണ്ടാൽ അത് പിന്നേക്ക് വെക്കാണ്ട് അപ്പം തന്നെ ചെയ്യണം. അതെന്ത് കാര്യമായാലും, ജോലി എന്നല്ല ഏത് കാര്യമായാലും. ഇപ്പോൾ നമ്മൾ ഒരാളോട് കാര്യം പറയാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം പറയണം. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയാൻ ഓങ്ങി വരുമ്പോഴേക്കും അത് എന്തെങ്കിലും വേറെ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ വന്ന് പെടും. അപ്പോൾ ചിലപ്പോൾ ആ ഒരു പറച്ചിൽ ഇല്ലാണ്ടാവുമ്പോഴോ അത് വലിയൊരു ദോഷത്തിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനാസ്ഥയിലേക്ക് ചെന്ന് ചാടുക കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എപ്പോൾ എന്ത് തോന്നിയാലും അപ്പം പറയാനും പ്രവർത്തിക്കാനും പഠിക്കുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു. എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നുന്നു 4:30-5 ആയി തോന്നുന്നുണ്ട്. എൻ്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഫുൾ വെളിച്ചമായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ചൂട് കൂടിയും തോന്നുന്നുണ്ട്. കാരണം ഈ കർട്ടനുകളും കൂടി എടുത്തു കഴിഞ്ഞപ്പോൾ ഗ്ലാസ്സിൽ കൂടെ ഭയങ്കര വെയിലും കാര്യങ്ങളും. അങ്ങനെ ഞാൻ ശരിക്കും 1 മണിക്കൂറോളം കിടന്നു. ശരിക്കും കിടക്കാമെന്ന് പറഞ്ഞാൽ തളർന്ന് കിടക്കാമെന്ന് പറയില്ലേ, അങ്ങനെയായി. അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ഒരു മറ്റേ ഇത് വന്നിട്ടുണ്ടായിരുന്നു, കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കുള്ള ഒരു ചുരിദാർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് വാങ്ങി പുറത്തേക്ക് നോക്കിയപ്പോൾ അതോ നല്ല ഇരുട്ടായി തുടങ്ങി. സമയം 6:45. അപ്പോൾ ഞാൻ കുട്ടികളെയൊക്കെ വിളിച്ചു. അവിടെ ഇമ്പളും പാച്ചും റൂമിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു അധികം ഇറങ്ങല്ലേ, കാരണം ഭയങ്കര ചൂടാണ്. ജനലയും കൂടിയും ഇങ്ങനെ കർട്ടനും കൂടി എടുത്ത് കഴിഞ്ഞപ്പോഴേ ഭയങ്കര ചൂടാണ്. അപ്പോൾ എൻ്റെ മണി പ്ലാന്റ് നിൽക്കണം കേട്ടോ, നല്ല ഭംഗിയിലാട്ടോ നിൽക്കണേ. നിങ്ങൾ ആ കർട്ടനുള്ള കാരണം അധികം കണ്ടിരുന്നില്ലല്ലോ, അപ്പോൾ അതിനാണ് ഞാൻ അങ്ങനെ കാണിച്ചത്. അങ്ങനെ ഞാൻ വന്ന് കാപ്പിയൊക്കെ വെച്ചു. കാപ്പിക്ക് ഇന്ന് ഡാഡി ഉണ്ടായിരുന്ന ഒരു മറ്റേ വട്ടയപ്പുണ്ടല്ലോ അതെടുത്ത് കഴിച്ചു. ഓച്ചുവിന് പിന്നെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാനും കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. അപ്പോഴാണ് സോസേജ് ഒരു 4 എണ്ണം ഇന്നലെ വറുത്തതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെടുത്ത് വെറുതെ ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് വേറെ ഒന്നും ചേർക്കാണ്ട് ഞാൻ വറുത്തിട്ട്
പാച്ചുവിന് കൊടുത്തു. പക്ഷേ പാച്ചു രണ്ടെണ്ണം തിന്നു, ഒരു കുഞ്ഞ് ഒരു പീസ് തിന്നുള്ളൂ. ബാക്കി ഡാഡിയും ഞങ്ങൾ 3 പേരും കൂടിയിട്ട് അതങ്ങോട്ട് അവസാനിപ്പിച്ചു. കാരണം അത് ഇങ്ങനെ വെള്ളം ഇറങ്ങി തുടങ്ങിയായിരുന്നു, എന്തോ ഒരു ഇതായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവർക്കുള്ള പരിപാടികൾ ഞാൻ നേരത്തോടെ എന്താ പറയുക കൊടുത്തു. ഞാൻ വിചാരിച്ചു ഡിവൈനൊക്കെ എത്താറായിട്ടുണ്ട്, അപ്പോൾ നാളെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ലതയുടെ അമ്മേനെ കാണാൻ പോകണം. അപ്പോൾ ആദ്യം ഇന്ന് രാത്രി തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും ലേറ്റായിട്ട് പിന്നെ ഇനി വന്നിട്ട് പോകാമെന്ന് പറയുമ്പോൾ കുറേ ലേറ്റ് ആവും വെച്ചിട്ട് നമ്മൾ യാത്ര നാളേക്കാക്കി. അപ്പോൾ ഇതാണ് കേട്ടോ, ഞാൻ ഇപ്പോഴാണ് നോക്കണത്, തുറന്നിട്ടില്ല എപ്പോഴും. ഞാൻ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ഇതിൻ്റെ തന്നെ പിങ്ക് ഉണ്ട്, ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് ഈ കളറാണ്, പക്ഷേ വന്നത് പിങ്കായിരുന്നു. എന്നിട്ട് ഇത് എനിക്ക് തോന്നുന്നു രണ്ടാമത് വന്നു. ഇപ്പോൾ ഞാൻ കാശ് കൊടുത്തിട്ടാണ് വാങ്ങിയത്. അപ്പോൾ നോക്കിയപ്പോൾ സാരമില്ല, പോട്ടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ചിലപ്പോൾ റിട്ടേൺ അടിക്കും, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ബിഗ് ബോസ് കാണാമായിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ബിഗ് ബോസ് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ കാര്യമായിട്ട് പണികളില്ല, എനിക്ക് മറ്റേത് കാച്ച് വേണ്ട, അതിനുള്ള ഉള്ളിയൊക്കെ പൊന്നു അരിഞ്ഞ് വെച്ചിട്ടാണ് പോയേക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി അവിടെ ഇരുന്നോ, കാരണം അവനായാലും ചൂട് തുടങ്ങി. അപ്പോൾ ഫാൻ്റെ അടിയിലാകുമ്പോൾ കുറച്ചൊരു സമാധാനം. ഇവിടെ ഹാളിലത്തെ AC കംപ്ലൈൻറ്റാണ്, പുതിയത് വാങ്ങി വെക്കണമെന്ന് പറഞ്ഞെങ്കിലും കാര്യം നടന്നിട്ടില്ല. അങ്ങനെ അതിൻ്റെ അടിയിലിരുന്ന് ബിഗ് ബോസ് കാണാണ്. ഡാഡി അതുവരെ മാച്ച് കാണുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ പാച്ചുക്കുട്ടൻ തോമുട്ടൻ്റെ മറ്റേ ഇത് എടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ തന്നെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. എനിക്ക് തോന്നുന്നു ഓച്ചുവിൻ്റെ അതേ പ്രകൃതിയാന്ന് തോന്നുന്നുണ്ട്. കാരണം അവൾ കുഞ്ഞിലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ 5 പേരാണ് നമ്മുടെ കണ്ണകുളങ്ങരയിൽ പേരക്കുട്ടികൾ. എൻ്റെ വീട്ടിൽ സാധാരണ എല്ലാ കുട്ടികളും അച്ഛന്മാരുടെ വീട്ടിൽ വന്നിട്ടാണല്ലോ ഈ കളിയും ഇതൊക്കെ കൂടുതലുണ്ടാവുക. അപ്പം ഞങ്ങൾ വെക്കേഷന് വീട്ടിലേക്ക് വരുമ്പോൾ, വെക്കേഷനല്ല മിക്ക വീക്കെൻഡ്സിലും വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ 4 പേരും ഒന്നിച്ച് കളിക്കും. ഓച്ചു ഒറ്റയ്ക്ക് ഒരു സഞ്ചി എടുത്ത്, അല്ലെങ്കിൽ ഇവ ഈ കാണിക്കണ പോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഒറ്റയ്ക്ക് നടന്ന് കളിക്കുന്ന ഒരു ശീലമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു പാച്ചുവിനും ആ ഒരു ശീലമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവൻ കുറേ അതിങ്ങനെ 2 കാല് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ പറ്റാണ്ടായപ്പോൾ ഞാൻ ഒരു വട്ടം ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പിന്നെ ഒന്നും ചോദിച്ചൊന്നുമില്ല, കുറേ തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, ഡിംപിള് TV കാണാണ്, ഡാഡിയും ഞാനും അതായത് ഇങ്ങനെ കാണാതിരിക്കുമ്പോൾ മൂപ്പര് എങ്ങനെയാണെന്ന് വെച്ചാൽ തന്നെ ട്രൈ ചെയ്യുകയാണ്. എങ്ങനെയാണെന്ന് മുഴുവൻ അങ്ങോട്ട് അറിയണില്ല, എന്നാലും ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് അത് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ കളികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഡിവൈനൊക്കെ എത്താറായി എന്ന് പറഞ്ഞപ്പോൾ എല്ലാ സാധനങ്ങളും ഒതുക്കി വെച്ച് അപ്പോഴേക്കും അവരെത്തി. എനിക്ക് തോന്നുന്നു അവരെത്തുമ്പോൾ ശരിക്ക് 10:30 ആയിട്ടുണ്ട്. കാരണം 10:30 ബിഗ് ബോസ് കഴിഞ്ഞ ആ സമയത്താണ് അവർ വന്നത് കേട്ടോ. അങ്ങനെ വന്നു. തോമുട്ടൻ നല്ല ഉറക്കമാണ്. തോമുട്ടനെ നേരെ കൊണ്ട് കിടത്തി. അവൻ അറിഞ്ഞിട്ടേ ഇല്ല, വന്നതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. ഇനി നാളെ നേരം വെളുക്കുമ്പോഴാണ് അവൻ അറിയുക. അപ്പോൾ പാച്ചുദേ ഡിവൈൻ ആൻറ്റീനെ സഹായിക്കണതാണ്. പക്ഷേ ഇരട്ടിപ്പണിയാന്ന് മാത്രം കൊണ്ടുവന്നിട്ട് തലയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് താഴ്ത്തിക്കിടുക. നമ്മുടെ ചാക്കോച്ചൻ്റെ തലോണയാണ് കേട്ടോ, കാറിൽ കിടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ്. അങ്ങനെ ചാക്കോച്ചിന് പിന്നെ അങ്ങനെ 2 ദിവസം കഴിഞ്ഞാലും അവന് ഒരു പരിചയക്കുറവോ കാര്യങ്ങളൊന്നുമില്ല. എന്നെ കണ്ടപ്പോൾ എൻ്റെ ക്യാമറ കണ്ടപ്പോൾ ചിരിയാണ്. അപ്പോൾ അങ്ങനെ ചൂടെന്ന് പറഞ്ഞാൽ അസഹ്യമായ ചൂട്, പ്രത്യേകിച്ച് അവർ AC പുറത്ത് കാറിൽ നിന്ന് ഇറങ്ങിയോൻ്റെ ആ ചൂട് ഭയങ്കരം. അങ്ങനെ ഞാൻ വേഗം കടല കാച്ചി അതോട് കൂടിയിട്ട് കുറച്ച് മിളക് മുരിച്ചു. നമ്മുടെ തൃശ്ശൂർക്കാരുടെ മിളക് മുരിക്കൽ, അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച്, വേപ്പിലയും കൂടി ചതച്ച് ഉപ്പേരിക്ക് കാച്ചില്ലേ, അതിന് വേണ്ടിയിട്ട് ചതക്കിനയിൽ കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. നല്ല കുറുക്കിയെടുക്കുക, നല്ല ടേസ്റ്റാട്ടോ. മിളക് മുരിച്ചതെന്നാണ് പറയുക തൃശ്ശൂർക്കാർ. അങ്ങനെ ഞാൻ ഇത് ഭക്ഷണം കഴിഞ്ഞ വഴിക്ക് ഞാൻ പറഞ്ഞു ഒക്കെ പോയി കിടന്നോ, കാരണം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കസ്റ്റേർഡും കുൾഫിയും ഒക്കെ കഴിച്ചു. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അവരുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഡോണും ഡിവൈനും ചാക്കോച്ചിനും മുകളിലേക്ക് പോയി. തോമ ഓൾറെഡി ഉറങ്ങി, അവനൊന്നും അറിഞ്ഞിട്ടില്ല. ഡിംപിളിനോട് ഞാൻ പറഞ്ഞു പാച്ചുവിനെ കുളിപ്പിച്ച് വേഗം റെഡിയാക്കിക്കോ, പിന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട, കാരണം അത്രയും ചൂടാണ്. ഞാൻ പറഞ്ഞില്ല 6 മണി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാന്ന് പറഞ്ഞില്ലേ. അത് കഴിഞ്ഞ് ഞാൻ ഓരോ ഭാഗങ്ങൾ ഒതുക്കി വരികയാണ്. ഇന്ന് കുറേ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോഴാണ് ഡിവൈൻ കൊണ്ടുവച്ചത്. ഞാൻ എന്തുട്ടാന്ന് നോക്കിയപ്പോൾ കംഫർട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കോട്ടയത്തു നിന്ന് വരുന്നപ്പോൾ നല്ല പഴുത്ത പപ്പക്കായയും പിന്നെ നാളികേരവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചാമ്പയ്ക്ക കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ വെള്ളം കുറഞ്ഞു. കാരണം ഇപ്പം ഭയങ്കര ചിലവാണ് വെള്ളത്തിന്. ശരിക്കും നല്ലോണം കുടിക്കുകയും വേണം കേട്ടോ, എന്നാലേ ഇപ്പോൾ ഈ വെയിലിന് അതാണ് നല്ലത്. അങ്ങനെ ഞാൻ അപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പം കണ്ട സാധനം അപ്പം ചെയ്യാമെന്ന് പറയില്ലേ, ഞാൻ ഉടനെ പിന്നേക്ക് വെച്ചില്ല. ഞാൻ വേഗം വെള്ളം നിറച്ച് കൊണ്ടുവന്ന് ഒഴിച്ചു കിട്ടാ. അങ്ങനെ നോക്കി നിങ്ങൾ സമയം 12:15 കാരണം
പോയി വന്നതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് കുൾഫി കഴിച്ചു, അത് കഴിഞ്ഞ് കസ്റ്റേർഡ് കഴിച്ചു, എന്നിട്ടാണ് എല്ലാവരും പോയി കിടന്നത്. അപ്പോൾ ഇതാണ് ചാമ്പയ്ക്ക. അപ്പോൾ എനിക്ക് വേണ്ടി ഡിവൈൻ കൊണ്ടുവന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ നാടൻ സാധനങ്ങളൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൂവിക്ക, ചാമ്പയ്ക്ക, ഇപ്പോൾ ഈ അയിനിച്ചക്ക ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പരിപാടികളൊക്കെ വേഗം അവസാനിപ്പിച്ചു. ഞാൻ ഈ കുട്ടികളെയും കൊണ്ട് പോകാനായിട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമ്പോൾ കുട്ടികൾ എന്തിനെങ്കിലും വരിക വിളിക്കുക എന്തെങ്കിലും ചെയ്യുക, അപ്പോൾ നമ്മളുടെ പണി അവിടെ വെച്ച് ചുറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട സംഭവം നമുക്ക് 1 മണിക്കൂറാവും എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാവരും കിടന്നതിന് ശേഷം ഞാൻ എൻ്റെ പണികൾ ചെയ്യുള്ളൂ. അപ്പോൾ ടപ്പെന്ന് വെച്ചിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ദോശമാവ് ഞാൻ ഇന്ന് അടിച്ചതായ കാരണം ഞാൻ ഫ്രിഡ്ജിലേക്ക് ഇന്ന് വെക്കില്ല. നാളെ കാലത്ത് നമുക്ക് വേണ്ട. ലതയുടെ അമ്മയുടെ അടുത്തേക്ക് പോകണം. 10 മണിക്കാണ് ശവസംസ്കാരം ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് 10 മണിക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് 7 മണിക്കെങ്കിലും പോകണം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. പക്ഷേ പുളിക്കാണ്ട് എങ്ങനെയാണ് ഫ്രിഡ്ജിൽ വെക്കുക? ഇന്നലത്തെ മാവ് കുറച്ച് ഫ്രിഡ്ജിലുണ്ട്, എന്നാലും പുളിക്കാണ്ട് വെക്കാൻ പറ്റില്ലല്ലോ വെച്ചിട്ട് ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചില്ല കേട്ടോ. അങ്ങനെ 12:15 12:20 ഞാൻ എൻ്റെ ബെഡ്റൂം കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്നും ഒതുക്കണ്ട, കാരണം വെറുതെ ഒതുക്കി വെച്ചിട്ട് കാര്യമില്ല, അവർ വരുമ്പോൾ വീണ്ടും ഇത് എടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഇട്ടേക്കുക, ഒറ്റ ഒതുക്കൽ തീർക്കാമെന്ന് വിചാരിച്ചിട്ട്. എല്ലാതും കൂടിയിട്ട് അവർ പറഞ്ഞത് എല്ലാം കൂടി കട്ടുമിൽക്ക് വെക്കുക. അപ്പോൾ ഒരു ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ സഖാവ് കിടന്നുറങ്ങാനുള്ള പുറപ്പാടാണ്. ബായിയൊക്കെ പറഞ്ഞ് കിടന്നു. അവൻ നാളേക്ക് പോകാനുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇന്ന് സാധാരണ കിടന്നുറങ്ങാം കേട്ടോ. കാരണം രാവിലെ എണീപ്പിച്ചിട്ട് അവർ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് ഡ്രസ്സ് മറിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം. കഴിഞ്ഞ പ്രാവശ്യം സീട്രിക്കാർ വന്ന് ക്ലീൻ ചെയ്ത കാരണം അതിൻ്റെ മുകളിൽ കവർ ഇട്ട കാരണം സെറ്റിക്കൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം നോക്കിയിട്ട് അതൊക്കെ ചെയ്യുള്ളൂ, കാരണം ആവശ്യമില്ലെങ്കിൽ പിന്നെ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡീപ്പ് ക്ലീനിങ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാവിലെ ഞാൻ പോവും. അപ്പോൾ വീഡിയോസൊക്കെ എങ്ങനെ എടുക്കാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ വിശേഷമായിട്ട് ഞാൻ നാളെ വരാം കേട്ടോ.